ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഉടൻ ആരംഭിക്കും. ഇതുവരെ കൈക്കൊണ്ട നടപടികൾ കക്ഷി നേതാക്കളെ അറിയിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. ഏത് നീക്കവും നേരിടാൻ കര, വ്യോമ, നാവികസേനകൾ സജ്ജമാണ്. തിരിച്ചടി കിട്ടിയിട്ടും പാഠം പഠിക്കാതെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ER രാഗേഷാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്നത് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തന്നെയാണ്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവർ സർവകക്ഷി യോഗത്തിനായി എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. JP നദ്ദ സർവകക്ഷി യോഗത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ, ഇങ്ങനെ നേതാക്കളൊന്നടങ്കം സർവകക്ഷി യോഗത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ER നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു സർവകക്ഷി യോഗം വിളിച്ചത്. അതിൽ കേന്ദ്രത്തിന് പൂർണ്ണമായ പിന്തുണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകി. ഈ സൈനിക നടപടിക്ക് പിന്നാലെ കോൺഗ്രസ് അടക്കം സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുമ്പോൾ നമ്മൾ രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും നോക്കാറില്ല. പക്ഷേ ചർച്ചകളിലടക്കം ചെറിയ വിമർശനങ്ങളൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് മറുപടി വൈകുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നത്. ഇപ്പോഴിതാ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന സർവകക്ഷി യോഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നൽകിയ മറുപടി എന്ത്, എങ്ങനെ എന്നത് സംബന്ധിച്ച് വിശദീകരിക്കുമല്ലോ. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ പ്രകോപനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൃത്യമായി ബോധിപ്പിക്കില്ലേ? അഭിലാഷ്, ഓപ്പറേഷൻ സിന്ദൂറിൽ കൈക്കൊണ്ട നടപടികൾ, ഇതുവരെ സ്വീകരിച്ച നടപടികൾ പ്രതിപക്ഷത്തെ അറിയിക്കുക, ഇതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. കാരണം 22-ാം തീയതിയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിനൊപ്പം നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതാണ്. സർക്കാർ ഇതിന് തിരിച്ചടി നൽകണമെന്നുകൂടി വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിനുശേഷം ചില വിമർശനങ്ങളൊക്കെ തന്നെ പല കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ പ്രധാനമന്ത്രിക്ക് ഈ വിവരം ലഭിച്ചിരുന്നു, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതല്ല ഇപ്പോൾ സാഹചര്യം. ഇന്നലെ പുലർച്ചെ ഇന്ത്യ അടിച്ചിരിക്കുന്നു 9 കേന്ദ്രങ്ങളിൽ. അതിനുശേഷം എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ വിയോജിപ്പ് മറന്നുകൊണ്ട് സർക്കാരിനൊപ്പം, സൈന്യത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇന്നലെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് സർവകക്ഷി യോഗം വിളിക്കുമെന്ന പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ എത്തിയത്. ഏതായാലും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുക പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിരിക്കും. കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രിയാണ്. കിരൺ റിജിജുവും ഈ യോഗത്തിൽ പങ്കെടുക്കും. JP നഡ്ഡയും പങ്കെടുത്തേക്കും. ഏതായാലും കിരൺ റിജിജു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. പ്രത്യേകിച്ച് രാജ്യം ഒന്നടങ്കം സൈന്യത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. മാത്രവുമല്ല, വിജയകരമായി തന്നെ ദൗത്യം സൈന്യം ഇപ്പോൾ നിറവേറ്റിയിരിക്കുകയാണ്. 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സൈന്യത്തിനൊപ്പം നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് കിരൺ റിജിജുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അതിർത്തിയിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടികളൊക്കെ തന്നെ ഈ യോഗത്തിൽ പ്രതിപക്ഷത്തെ അറിയിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ പ്രതിപക്ഷത്തെയും ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ഈ സർവകക്ഷി യോഗത്തിലൂടെ ഏതായാലും സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ യോഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയ നേതാക്കളെയൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ യോഗം അല്പസമയത്തിന് തന്നെ ആരംഭിക്കുകയാണ്. അതിർത്തിയിലെ സാഹചര്യവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സ്വീകരിച്ച നടപടികളും ഏതായാലും കേന്ദ്രം ഇപ്പോൾ പ്രതിപക്ഷത്തെ അറിയിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ആയിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. ഇപ്പോൾ സർവകക്ഷി യോഗത്തിന് തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ രാഗേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, നിർമ്മല സീതാരാമൻ അടക്കമുള്ള പ്രമുഖർ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ, പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവർ,
MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, മലയാളികൾ ആയിട്ടുള്ള 2 പേർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ET മുഹമ്മദ് ബഷീറും അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസുമാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇതാ സർവകക്ഷി യോഗം ആരംഭിക്കുകയാണ്. വളരെ കൃത്യമായി എന്ത് നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്നത് ഈ ഓൾ പാർട്ടി മീറ്റിംഗിൽ കേന്ദ്രം വിശദീകരിക്കും. ഒപ്പം നിലവിൽ ഇന്ത്യയുടെ സാഹചര്യം എന്താണ്, ഇന്ത്യ ഏത് തരത്തിലാണ് തയ്യാറായിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളടക്കം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്, അതോടൊപ്പം എങ്ങനെയാണ് ഇന്ത്യ പ്രതിരോധം തീർക്കുന്നത്, ഒരുപക്ഷെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ, അതീവ രഹസ്യം പുലർത്തേണ്ട കാര്യങ്ങൾ, അത് ഓൾ പാർട്ടി മീറ്റിംഗിലും പങ്കുവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ പൊതുചിത്രം എന്ത്, ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഇന്ത്യക്കുണ്ടായിട്ടുള്ളത്, ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയാണ് ഇന്ത്യ അതിജീവിക്കേണ്ടതായി വരുന്നത്, ഏതൊക്കെ അതിർത്തി മേഖലകളിൽ ആണ് സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്, ഒരു പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായാൽ അത് ഏത് നിലയിലായിരിക്കും ഇന്ത്യ തടയുക, അത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടികളെ ബോധിപ്പിക്കുക തന്നെ ചെയ്യും. ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിന്, ഇന്ത്യൻ സൈന്യത്തിന് ഇത് സംബന്ധിച്ച് പൂർണ്ണമായ പിന്തുണ നൽകും. അതാണ് ചരിത്രം, അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഇതാ സർവകക്ഷി യോഗം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില വാർത്തകളിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഓപ്പറേഷൻ